Hello. Magic morning to all. Magic Okay. morning. വീഡിയോ ചെയ്യാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരാമോ? എന്നിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് വ്യാഴാഴ്ചയാണ്. നമ്മുടെ ഭീമാഴ്ചയിൽ മൈ സ്റ്റോറി ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൈ സ്റ്റോറി ഡേയിലേക്ക് നമുക്ക് ഇന്ന് സെഷൻ എടുക്കുന്നത് ദേവിക മാം ആണ്. ദേവിക മാം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സിന്ധു മാമിന്റെ മോള് കൂടിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ദേവിക മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദേവിക മാം റെഡിയാണോ? സിന്ധു മാം കേൾക്കാവോ? ഹലോ, മനീസർ ഓഡിയബിൾ അല്ലേ? ഓഡിയബിൾ ആണ്. ഓക്കെ ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഓണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഓണ സെലിബ്രേഷന്റെ ഓരോ ഇതിലൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും? മനീസർ അതിന്റെ തിരക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഓണ സെലിബ്രേഷനോ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ സർ? പുറത്തൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെയാണ്. അതെ, ഓക്കെ ഓക്കെ. വളരെ ഹാപ്പി ആയിട്ടിരിക്കാന്ന് മാക്സിമം എൻജോയ് ചെയ്യാട്ടോ. സിന്ധു മാം കേൾക്കാവോ? കേൾക്കാം. സിന്ധു മാം അല്ല, ദേവികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ദേവിക മാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, മാജിക് മോർണിംഗ്. എന്റെ പേര് ദേവിക. ഞാൻ മഞ്ചേരി വേട്ടേക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച ആളാണ്. അച്ഛൻ അമ്മ ജനിച്ച സമയത്ത് മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു. പക്ഷെ മുത്തശ്ശി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മൂമ്മ നിരന്തരം അമ്മേനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന കാരണം തന്നെ ഒരു 6 മാസം തൊട്ട് വാടക വീടുകൾ തേടി അലയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അമ്മയും അച്ഛനൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വാടക വീടിന്റെ കിണറ് അന്നൊന്നും പടവില്ലാത്ത കിണറുകളല്ലേ. അമ്മ വെള്ളം മുക്കുന്നത് കണ്ടിട്ട് ഞാൻ നടക്കാനൊക്കെ വളരെ ലേറ്റ് ആയ ഒരാളാ. അപ്പൊ മുട്ടുകുത്തി പോയിട്ട് ആ കിണറിന്റെ തൊട്ടിയും കയറും എടുത്ത് കിണറ്റിലിട്ടത്രേ. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെങ്കിൽ ആ ഒരു 1.5 വയസ്സിൽ തന്നെ ജീവിതം അവസാനിക്കേണ്ടിയിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് അച്ഛനും അമ്മയും പുതിയ വീട് വെച്ചു. സാധാരണ കുടുംബം. അവര് 20 വയസ്സിലാണ് രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. ലവ് മാരേജ് ആയിരുന്നു. 21 വയസ്സായപ്പോഴേക്കും ഞാൻ ഉണ്ടായി. ആ ഒരു പ്രായത്തിൻ്റെതായ എല്ലാ പക്വതയില്ലായ്മയും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെയിൻ സ്മോക്കറാണ്. ഇവര് തമ്മിൽ 1ഉം 2ഉം പറഞ്ഞ് എന്നും വഴക്കാ. ഈ വഴക്കാണ് ഞാൻ എൻ്റെ ഒരു 5 വയസ്സ് വരെ കണ്ടുവന്നിട്ടുള്ളത്. വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തറവാട്ടിൽ ആകെ ഒരു കുഞ്ഞുവാവുള്ളത് ഞാനാ. അപ്പൊ എല്ലാവരുടെയും വീട്ടിലേക്ക് എന്നെ എടുത്തിട്ട് പോകും. രാത്രിയൊക്കെ എല്ലാവർക്കും അറിയാം രാത്രി ഏകദേശം ഇതായിരിക്കും സീനെന്ന്. സോ വൈകുന്നേരം തന്നെ ആരുടെങ്കിലും ഒക്കെ വീട്ടിലേക്ക് എടുത്തിട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാ മുറ്റം നിറയെ ചെതറി കിടക്കുന്ന അരിയും പച്ചക്കറിയും സാധനങ്ങളും ഒക്കെയാ. എന്നും ഭക്ഷണം ഉണ്ടാക്കാൻ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇതുപോലെ മുറ്റത്ത് കിടക്കുകയായിരിക്കും. പക്ഷെ രാവിലെ വന്ന് കാണുമ്പോ അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. തലേ ദിവസം നടന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മള് ഇവരാണോ ഈ സംസാരിച്ചിരിക്കുന്നതെന്ന് തോന്നും. അതുപോലെ വഴക്കുണ്ടാവും. പിറ്റേ ദിവസം അത് സോൾവ് ആവും. അങ്ങനെ ഒരു വഴക്കിന്റെ അവസാനം എന്ന് പറയാൻ വയ്യ. അമ്മയ്ക്ക് കുറച്ച് കടുത്ത രീതിയിൽ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവുകയുണ്ടായി. ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നെസ് കൂടിയിട്ട് വരുന്ന ഒരു തരം ഡിപ്രഷൻ എന്ന് പറയാം. ആള് ഭയങ്കര പൊസസീവ് ആയിരുന്നു അച്ഛന്റെ കാര്യത്തില്. അച്ഛൻ ഫിലിം ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ. സോ ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ്. ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റി നാട്ടിൻപുറത്തുള്ള ആളുകൾക്കിടയിൽ അത്ര നല്ല അഭിപ്രായമൊന്നും ആയിരിക്കില്ല.
പ്രത്യേകിച്ച് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നായികമാരെ കാണേണ്ടി വരുന്നു, ഒരുപാട് ഫീമെയിൽസ് ആയിട്ട് അടുത്തിടപഴകേണ്ടി വരുന്നു. ഇതിനൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു ബാക്കിയുള്ളവർ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരുപാട് വട്ടം ഫോൺ ചെയ്തു, അച്ഛൻ വരുന്നില്ല എന്ന് തോന്നിയപ്പം ആള് പറഞ്ഞു, നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല. ഇത് നിരന്തരം പറഞ്ഞ് അച്ഛൻ ബാംഗ്ലൂർ ഷൂട്ടിങ്ങിന്റെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, നോർമലി എനിക്ക് 5 വയസ്സായിട്ടുള്ളൂ, ഞാനൊരു ചെറിയ കുട്ടിയല്ലേ. ഞാൻ എപ്പോ അമ്മ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഞാൻ അമ്മേനോട് ചോദിക്കും, അമ്മ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോവോന്ന് ചോദിക്കും. അന്നും അതുപോലെ മാക്സി പിടിച്ചു വലിച്ചിട്ട് ഞാൻ ചോദിച്ചു, അമ്മ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോവോ? അമ്മ എങ്ങോട്ടാ പോണേ, ഞാനും വരട്ടെ? അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല, നിന്നെ കൊണ്ടുപോകണില്ല എന്നാണ്. എന്നാ എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിച്ചു. ഞാൻ ആ മാക്സി കുത്ത് പിടിച്ച് വലിച്ചപ്പോ അതുവരെ ഇല്ലാത്ത രീതിയിൽ എന്റെ കയ്യിനൊരടി തന്നിട്ടാണ് അമ്മ പോയത്. എനിക്ക് അറിയില്ലായിരുന്നു ആ മാക്സിയുടെ അടിയിൽ ഒരു ലുങ്കി കൊടുത്ത് അതിൽ ആ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു അതെന്ന്. അച്ഛൻ വന്നു. അച്ഛൻ വന്ന് അമ്മയെ കുറെ നേരം വിളിച്ചോണ്ടിരുന്നു, കാണാനില്ല. എല്ലാരും തിരയണു, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ തിരഞ്ഞിട്ടും കാണാനില്ല. അച്ഛൻ വന്ന് വിളിച്ച സമയത്ത് അമ്മ വിളി കേക്ക്, എന്നാ അച്ഛനെ പേടിപ്പിക്കാൻ എന്നുള്ള രീതിയില് അമ്മ ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. അമ്മ അച്ഛന്റെ മടിയിൽ കിടന്ന് പറഞ്ഞത് അച്ഛൻ ഇപ്പോഴും പറയും, എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല, ഇനിയും കുറെ കാലം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത്, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അച്ഛൻ ഇപ്പോഴും അത് പറയും. അതിന് ശേഷം എന്റെ ഒരു 20 വയസ്സ് വരെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും എവിടേക്കോ ഉണ്ടായ ഒരു ടോക്സിസിറ്റി കാരണം അവർക്ക് ആ ജീവിതം നഷ്ടപ്പെട്ടു. അന്ന് തൊട്ട് ഒരു 5 വയസ്സ് തൊട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറെ ബ്ലാങ്ക് ആയി കിടന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്റെ ലൈഫിൽ. എങ്ങോട്ട് തിരിഞ്ഞാലും പേടി, എന്ത് ചെയ്താലും പേടി. കളിക്കുമ്പോ വരെ, മണ്ണ് മാന്തി കളിക്കുമ്പോ വരെ മൊത്തത്തിൽ ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു ഫീല്. ഒരു 6 വയസ്സ് വരെ ഞാൻ ഭയങ്കരമായ മെന്റൽ സ്ട്രോമയിലൂടെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അവസാനം എന്നോണം എന്റെ അമ്മമ്മ, അതായത് അമ്മയുടെ അമ്മ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം ഇവളെ, ഞാൻ ഇവരുടെ വീട്ടിൽ നിന്നോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അമ്മമ്മ വയനാട് ജീവിച്ചു വന്ന ഒരാളാണ്. വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഭയങ്കര ഉൾനാടൻ പ്രദേശമാണ്. അവർക്ക് മഞ്ചേരി പോലൊരു ടൗണിലോട്ട് വരുമ്പോ ആ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു മകള് നഷ്ടപ്പെടുന്നു, ഇങ്ങനെ ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറേണ്ടി വരുന്നു. ഞാനും അമ്മമ്മയും അച്ഛനും ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും സ്പ്ലിറ്റുകൾ വന്നു, ഫാമിലിയിൽ പ്രോബ്ലംസ് വന്നു. അങ്ങനെ ഒരു 7 വയസ്സ് 8 വയസ്സായ സമയത്ത് ഞാൻ ഇങ്ങനെ ഈ വീട്ടിലും ആ വീട്ടിലുമായിട്ട് മാറി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അമ്മമ്മ ഒറ്റയ്ക്കാവുന്നു, അമ്മമ്മയ്ക്ക് ആരുമില്ല, ഞങ്ങളുടെ കൂടെ വന്നു നിന്നു. പക്ഷെ അമ്മമ്മയ്ക്ക് എന്നെ അമ്മമ്മയ്ക്ക് നോക്കാൻ വേണ്ടി കിട്ടുന്നില്ല. എന്നെ അച്ഛന്റെ വീട്ടുകാര് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു. അതിൽ നിന്നൊക്കെ വളരെ എന്താ പറയാ, ഭയങ്കര സ്ട്രഗ്ലിങ്. എന്നാലോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. എല്ലാ കുട്ടികളും വീട്ടിൽ അനിയനുണ്ട്, ചേച്ചിയുണ്ട്, ഏട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ എന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ പറയും, അച്ഛനുണ്ട്, അമ്മമ്മ ഉണ്ട്, അപ്പൊ അമ്മ എവിടെ? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒരുപാട് വട്ടം ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാതായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ഫാമിലി ഇല്ല എന്നുള്ള ഒരു ബോധം, നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ കിടന്ന് നമ്മളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല എന്നുള്ള ഒരു തോന്നല്. ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു ടീച്ചേഴ്സ് അറിഞ്ഞു ഏകദേശം. അതിലൊരു ശ്രീലത ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മളെ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവാനോ ബാക്കിലോട്ട് പോവാനോ സമ്മതിക്കില്ല. എന്റെ 5 വയസ്സ് വരെ എന്റെ അമ്മ മരിക്കുന്ന വരെ എന്ന് വെച്ചാൽ ABCD തൊട്ട് 10ന്റെ ഗുണന പട്ടിക വരെ തല്ലി പഠിപ്പിച്ചത്. ആ 5 വയസ്സിന്റെ ഉള്ളിൽ തല്ലി പഠിപ്പിച്ച് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ തല്ലി പഠിപ്പിക്കാൻ ഒരാളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നതൊക്കെ അപ്പൊ തന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിൽ പോയാൽ പഠിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ നിന്ന് കേൾക്കണത് അപ്പൊ തന്നെ പഠിക്കും. അപ്പൊ തന്നെ എങ്ങനെയോ പഠിക്കാൻ പറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ശ്രീലത ടീച്ചർ എന്നെ എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോകാൻ തുടങ്ങി. ടീച്ചറുടെ ഒരു മോളെ എങ്ങനെയാണോ നോക്കുക ആ രീതിയിൽ എല്ലാ സപ്പോർട്ടും തന്ന് എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോയി തുടങ്ങി. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് എന്നെ, കാരണം അച്ഛനും വേറൊരാളില്ല. പക്ഷെ അച്ഛന്റെ ആ ഒരു പ്രായത്തിന്റെ പക്വതക്കുറവ് കാരണം അച്ഛൻ ആര് പറയണ കേൾക്കണം, എന്ത് ചെയ്യണം എന്നറിയണില്ല. എല്ലാരും ഒരു പുനർവിവാഹത്തിന് വേണ്ടി അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്കൊരു പെൺകുഞ്ഞാണുള്ളത്, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ അച്ഛൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അച്ഛന്റെ വീട്ടിലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലും, ഞാനും അമ്മമ്മയും ഞങ്ങളുടെ വീട്ടിലുമായി. അങ്ങനെ അമ്മമ്മയ്ക്ക് തൊഴിലൊന്നുമില്ല. അമ്മമ്മയ്ക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഷിക കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തികൾ മാത്രമേ ആൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ.
മഞ്ചേരി വന്നു. ജീവിക്കാൻ എന്തെങ്കിലും തൊഴിൽ വേണമല്ലോ. ഇന്നെ സ്കൂളിൽ വിടണം. അത്യാവശ്യം നല്ലൊരു സ്കൂളിലായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നെ. ഫീസ് വേണം, കാര്യങ്ങൾ വേണം. അപ്പൊ എന്തായാലും ഒരു ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. എനിക്കിപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. എന്റെ അമ്മമ്മ ആദ്യമായിട്ട് ഒരു വീട്ടില് ജോലിക്ക് പോകുമ്പോ അമ്മമ്മയ്ക്ക് ഒരു ദിവസം കിട്ടുക 30 രൂപയാണ്. അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ എങ്ങനെയായാലും ഒരു 30 രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ട കാലമൊന്നും ആയിരുന്നില്ല അത്. അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാ, ഉച്ചയ്ക്ക് എനിക്ക് സ്കൂളിൽ ഭക്ഷണം ഉണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ ഉച്ചയൂണ്, ഉച്ചക്കഞ്ഞി മാറി ഉച്ചയൂണായി മാറിയത്. സാമ്പാറ്, പപ്പടം, ഉപ്പേരി അങ്ങനെ എല്ലാതുമായിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു ആ സമയത്ത്. വിഭവസമൃദ്ധം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അതൊക്കെ നമുക്ക് വിഭവസമൃദ്ധം തന്നെയായിരുന്നു. വൈകുന്നേരത്തേക്ക് അമ്മമ്മയ്ക്ക് ഉച്ചയ്ക്ക് പണിസ്ഥലത്ത് നിന്ന് കിട്ടുന്ന ചോറ് അമ്മമ്മ പാക്ക് ചെയ്ത് കൊണ്ടുവരും വൈകുന്നേരം. അത് കഴിക്കും ഞങ്ങള്. അന്ന് എനിക്കറിയില്ലല്ലോ അമ്മമ്മ കഴിക്കാതെയാണ് കൊണ്ടുതരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ അത് കഴിക്കും. അതേപോലെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ആ 30 രൂപയുടെ ഒരു വീട്ടിൽ നിന്ന് 50 രൂപ, 60 രൂപ ഇങ്ങനെ കൂടിക്കൂടി, ഇല്ലെങ്കിൽ 30 രൂപയുടെ 3 വീട്ടിൽ ഒരു ദിവസം പണിയെടുക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുക. എനിക്ക് അപ്പോഴും അറിയില്ല അമ്മമ്മ ഇങ്ങനെ ഒരു വീട്ടു ജോലിക്കാ പോണേന്ന്. അപ്പൊ ശനി ഞായറൊക്കെ ക്ലാസ് ഇല്ലാതാവുമ്പോ അമ്മമ്മയ്ക്ക് ഇന്നേം കൂടെ കൊണ്ടുപോകേണ്ടി വന്നു. കൂടെ കൊണ്ടുപോകുമ്പോ എന്നെ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാര് ഡ്രസ്സുകൾ തരും. നമുക്ക് കുറേ ഡ്രസ്സ് മാറ്റി മാറ്റി, ആകെ ബുധനാഴ്ച മാത്രമേ കളർ ഡ്രസ്സ് ഇടാൻ പറ്റൂ. എന്നാലും കുറേ ഡ്രസ്സ്, വെറൈറ്റി ഡ്രസ്സുകൾ. കാരണം 3 വീട്ടിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ 3 വീട്ടിൽ നിന്ന് 3 ഡ്രസ്സ് കിട്ടി ഒരുപാടായില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ അടുത്ത് പൈസ ഇല്ല എന്നുള്ളതൊന്നും ആരും അറിയുന്നില്ല. നമുക്ക് മാറ്റി ഇടാൻ കമ്മലുകൾ തരുന്നു, മാലകൾ തരുന്നു. പക്ഷെ അപ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ ആകാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അച്ഛനും ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 5ാം ക്ലാസ്സിലും ഇതുപോലെ തന്നെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും മഞ്ചേരിയിൽ തന്നെ അത്യാവശ്യം നല്ല സ്കൂളായിരുന്നു. അവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നോന്ന് ചോദിച്ചാ, പഠിക്കാൻ മിടുക്കിയാണ്. പഠിക്കുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നല്ലോണം വന്നു. ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സപ്പോർട്ടായാലും ഈ ക്ലാസ്സിൽ ടോപ്പ് ആകുമ്പോൾ കിട്ടുന്ന സമ്മാനങ്ങളായാലും ഇതൊന്നും എനിക്ക് വേറൊരു രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നല്ലോണം വന്നു. നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. വാശിയായിരുന്നു. ആ ക്ലാസ്സിൽ ഒരു 5ാം ക്ലാസ്സിലായിക്കോട്ടെ 6ാം ക്ലാസ്സിലായിക്കോട്ടെ ഓരോ ലെവൽ കഴിയുന്തോറും എല്ലാ ഡിവിഷനും എടുത്തിട്ട് ടോപ്പർക്ക് സമ്മാനം തരും. എങ്ങനെയും ടോപ്പർ ആവണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ പേപ്പേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ എല്ലാ ഡിവിഷനിലും നടന്ന എല്ലാരെയും കമ്പയർ ചെയ്യും. ആർക്കെങ്കിലും എന്നെക്കാട്ടിലും ഒരു 1/2 മാർക്കെങ്കിലും കൂടുതൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം കണക്കിന്റെ പേപ്പർ വരുമ്പോ അതുവരെയൊക്കെ ഈക്വൽ ആണെങ്കിലും കണക്കിന്റെ പേപ്പർ വരുമ്പോ ഞാൻ തന്നെ ടോപ്പർ സ്ഥാനത്തേക്ക് പോകും. അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക്, എനിക്ക് മാത്രം ഹാഫ് മാർക്ക്. അത് ഒരു ബേസിക് സയൻസും സോഷ്യൽ സയൻസും അങ്ങനെ 2 സബ്ജക്റ്റിലായിരുന്നു. ആ സമയത്താണ് ഞാന് എന്താണ് എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ ഒരു വിവേചനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഉറപ്പാണ് ഇവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും, അത് 50-ൽ 25, എന്റെ ജീവിതത്തിൽ ആകെ ഒരു വട്ടം മാത്രമാണ് ആ മാർക്സ് കിട്ടിയിട്ടുള്ളത്. ആ സമയത്താണ് എനിക്ക് ആരെടുത്ത് അത് പറയണ്ടെന്ന് അറിയില്ല. അച്ഛനോട് പറഞ്ഞ അച്ഛൻ ചീത്ത പറയോന്നറിയില്ല. അമ്മേനോട് പറയാൻ അമ്മ ഇല്ലല്ലോ. അമ്മമ്മയ്ക്കാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അത്രയൊന്നും ഇല്ല. 2ാം ക്ലാസ് വരെ എന്തോ പോയി പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 25 മാർക്കേ വാങ്ങിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആള് ഈ രാവന്തിയോളം പണിയെടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ വിടണേ. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ഉള്ള ഒരു തോന്നല്. പക്ഷെ ആ ഒരു മാർക്സ്, ആ ഒരു പേപ്പർ കിട്ടിയ സമയത്താണ് ഞാൻ എന്റെ അച്ഛൻ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. എന്റെ അച്ഛൻ ആദ്യമായിട്ട് എന്റെ സ്കൂളിലോട്ട് വന്നു. പുതിയ സ്കൂളിലോട്ട് വന്നു. ടീച്ചേഴ്സിനെ കണ്ടു, സംസാരിച്ചു. ഓരോ ക്വസ്റ്റ്യൻസും എഴുതിയെടുത്തിട്ട് അച്ഛൻ ചോദിച്ചു, ഇതിൽ എന്താണ് എന്റെ മോള് വരുത്തിയ മിസ്റ്റേക്ക്. അതിന്റെ ശേഷം ഒരിക്കൽ പോലും ആ ടീച്ചർ എന്റെ പേപ്പർ ശരിക്കും നോക്കാതെ മാർക്ക് ഇട്ടിട്ടില്ല. സെമിനാർസ് ശരിക്കും വായിക്കാതിരുന്നിട്ടില്ല. അസൈൻമെന്റ്സ് ശരിക്കും വായിക്കാതിരുന്നിട്ടില്ല. എനിക്ക് ഇത്രയും പഠിക്കുന്ന ആ ഒരു ടോപ്പ് അതൊന്നും അല്ല, മറിച്ച് എന്റെ അച്ഛൻ എന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ആ ഒരു നിമിഷത്തിലാണ്. അതിനുശേഷം എപ്പോഴും എല്ലാം വരുന്ന സ്കോളർഷിപ്പ് എക്സാമുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. സ്കോളർഷിപ്പ് എക്സാമുകളിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻസ് ആയിരുന്നു എപ്പോഴും എന്റെ പോക്കറ്റ് മണി. ഏത് സ്കോളർഷിപ്പ് എക്സാം വന്നാലും, ഏത് ക്യാഷ് അവാർഡുള്ള മത്സരം വന്നാലും ഞാൻ മത്സരിക്കും. അപ്പൊ നമ്മുടെ ഈ 500 രൂപ 250 രൂപയൊക്കെ ആയിരിക്കും പ്രൈസ് മണി. അതൊക്കെ കൂടി ഒരു 1000 രൂപ ആകുമ്പോ ഭയങ്കര സന്തോഷാ. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരും, നമ്മൾ ഇത് എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോ അച്ഛൻ ഗൾഫിക്ക് പോവണ്ടായി. അച്ഛൻ ഗൾഫിക്ക് പോയപ്പോ നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായി. നമുക്ക് കാര്യങ്ങൾ പറയാൻ ആരുമില്ല.
അമ്മമ്മേനോട് പറയുന്നതിന് പരിമിതികളുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്സ് വാങ്ങി. പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ളത് കൊണ്ട് തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തു. പക്ഷെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുവരെ CBSE പഠിച്ചു വന്ന കുട്ടികളുടെ കൂടെയാണ് മലയാളം മീഡിയത്തിൽ നിന്ന് പോയ ഞാൻ ഇരിക്കുന്നത്. ഒരു 60 കുട്ടികൾ ഒരു ക്ലാസ്സില്, മൊത്തം ഫ്രണ്ടിലത്തെ ഒരു 3 റോ ഫുള്ള് CBSE-കാര്. അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് മുമ്പേ ഇവർ ആൻസർ പറയാൻ തുടങ്ങും. നമുക്ക് അവിടെ വോയിസ് ഇല്ല. അങ്ങനെ പഠനത്തിൽ പിന്നോട്ടാവാൻ തുടങ്ങി. പ്ലസ് വണ്ണിന് മാർക്ക് നന്നായിട്ട് കുറഞ്ഞു. എക്സാം എഴുതാൻ പറ്റുന്നില്ല. എക്സാമിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും എക്സാമിന്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വരേണ്ടി വന്നു. പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. തല കറങ്ങിയാണ്, ഛർദിക്കുകയാണ്. സോറി ട്ടോ, മോള് കരയുന്നുണ്ട്, അതാ. അപ്പൊ തല കറങ്ങാണ്, ഛർദിക്കുകയാണ്, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. അച്ഛൻ വീണ്ടും തിരിച്ചു വന്നു. മാർക്ക് കുറഞ്ഞതുകൊണ്ട് മാത്രം അച്ഛൻ വീണ്ടും തിരിച്ചു വന്നു. +2-ന് നന്നായി പഠിച്ചു, ഇംപ്രൂവ് ചെയ്തു, മാർക്സ് കിട്ടി. അതിനുശേഷം അച്ഛന് ഭയങ്കര ആഗ്രഹം MBBS-ന് ചേർക്കണം എന്ന്. പക്ഷെ MBBS-ന് ചേർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും മെറിറ്റിൽ സീറ്റ് കിട്ടാൻ മാത്രം എനിക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പൊ ഉറക്കൊഴിച്ച് പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. കാരണം വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ എണീറ്റ് പാലൊക്കെ എല്ലായിടത്തും കൊണ്ടു കൊടുത്തിട്ടൊക്കെയാണ് ക്ലാസ്സിന് പോണത്. പിന്നെ 7 മണിയാകുമ്പോഴേക്ക് ട്യൂഷൻ ക്ലാസ്സിൽ എത്തണം. ട്യൂഷൻ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് തന്നെ, ബുക്ക് എടുത്ത് എറിയുക, നമ്മളെ വേണ്ടാത്തത് വിളിക്കുക, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ ഒരു വട്ടം ഞാൻ എഴുതും, അതിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ലാന്ന് തീർത്തു പറഞ്ഞു. എനിക്ക് എഞ്ചിനീയറിങ്ങിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിങ്ങിന് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തെരഞ്ഞെടുത്തു. അതായിരുന്നു സൈക്കോളജിക്ക് ചേരുക എന്നുള്ളത്. സൈക്കോളജിക്ക് ചേരുക എന്നുള്ള എല്ലാ വർഷവും ഒരു 2 മാസം കൂടുമ്പോൾ നമ്മളെ സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ അന്ന് സൈക്കോളജി എടുക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന് ഇത്ര സാധ്യതകൾ ഉണ്ടെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. സൈക്കോളജിക്ക് ജോയിൻ ചെയ്തത് ഗവൺമെന്റ് കോളേജിൽ കിട്ടിയിട്ടും ഗവൺമെന്റ് കോളേജിലേക്ക് വിട്ടില്ല, ദൂരം കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. വീടിന്റെ അവിടെ നിന്ന് ഒരു ജസ്റ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മാനേജ്മെന്റ് ആണ്. ഞാനടക്കം ആകെ 3 കുട്ടികൾ മാത്രമേ ഹിന്ദുസ് ആയിട്ടുള്ളൂ. അത്ര തട്ടൊക്കെ ചുറ്റി കെട്ടി മൂടി നടക്കുന്ന ആ തരത്തിലുള്ള ഒരു കോളേജിലോട്ടാ പോയി ചേർന്നത്. നമ്മുടെ ഐഡിയോളജീസോ നമ്മുടെ എക്സ്പ്രഷൻസോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു കോളേജ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ടീച്ചർ വളരെ നല്ലൊരു ടീച്ചറായിരുന്നു. ഫസ്റ്റ് ഇയറിലൊക്കെ ആ ടീച്ചർ ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച് സൈക്കോളജി. സോ നമുക്ക് ആ ക്ലാസ്സിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പഠനത്തിൽ എത്രത്തോളം മികവ് വരുത്താൻ പറ്റുമോ, അതിനെല്ലാം ഉള്ള ഒരു സാധ്യതകൾ ആ ടീച്ചർ തുറന്നു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ ആയതോടുകൂടി യൂണിയൻ ഇലക്ഷൻ വന്നു. ഞങ്ങൾ അതിൽ മത്സരിക്കേണ്ടായി. യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാൽ പോരാ. സീസൺ കലോത്സവങ്ങളുണ്ട്. കുട്ടികൾക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ മാത്രമല്ല, പുറത്തിറങ്ങി കലോത്സവ വേദികളിലോ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പോലത്തെ പരിപാടികളിലോ ഒക്കെ പോകാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ ഈ മൂടിക്കെട്ടിയിരിക്കുന്ന കുട്ടികളെ, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുട്ടികളെ പുറം ലോകത്ത് എത്തിക്കണം. ഞാൻ പുറത്ത് എന്താണോ അതുപോലെ ഇവർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആദ്യമായിട്ട് തോന്നി. ഒരു വിപ്ലവ ചിന്തയൊക്കെ ആദ്യമായിട്ട് വരുന്നത് വേണമെങ്കിൽ കോളേജിൽ നിന്നാണെന്ന് പറയാം. അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ പ്രോഗ്രാംസും കോളേജിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഒട്ടും ആ ഒരു മാനേജ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണിക്കില്ല, ഷോർട്ട് ഫിലിംസ് കാണിക്കില്ല, പഠനവുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫിലിംസ് പോലും സ്ക്രീൻ ചെയ്യില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആ കോളേജിനെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടുവരാൻ ആ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കൊണ്ട്. പക്ഷെ മാനേജ്മെന്റിന് ഞങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു. ഞങ്ങളുടെ യൂണിയനോട് കടുത്ത എതിർപ്പായിരുന്നു. തേർഡ് ഇയർ പകുതി ആവുമ്പോഴാണ് നമ്മൾ ഡെസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡെസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് നമുക്കിതിന് അപ്രൂവൽസ് എടുക്കണം, നമുക്കിതിന് സീല് കിട്ടണം, നമ്മുടെ HOD-യുടെ സൈൻ വേണം, നമ്മുടെ ഗൈഡിന്റെ സൈൻ വേണം, പ്രിൻസിപ്പളുടെ സൈൻ വേണം. ആ ഒരു 2 വർഷം ഞങ്ങൾ എന്തെല്ലാം പ്രവർത്തിച്ചോ, ഞങ്ങൾ ആ കോളേജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചോ അതിന് നേരെ ഉൾട്ടടിച്ച് അവർ ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും സൈൻ ചെയ്ത് തരുന്നില്ല. നമ്മൾ രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഓരോ ദിവസവും ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ അവർക്കതൊന്നും സൈൻ ചെയ്യാൻ ടൈമില്ല. സൈൻ ചെയ്യാൻ ഇപ്പൊ പറ്റില്ല, ഇതിൽ ഇനിയും മിസ്റ്റേക്ക് ഉണ്ട്, ഇനിയും മിസ്റ്റേക്ക് ഉണ്ട്, ഇനിയും മിസ്റ്റേക്ക് ഉണ്ട്, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം.
ഞങ്ങളൊരു 26 പേരാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ട്രോമ സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് ഉറക്കൊഴിച്ച് അവക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അവക്കൊരു എപ്പിലെപ്സിയുടെ സ്റ്റേജസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ ഇവക്ക് പേടിയായി തുടങ്ങി. ഇവക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയണില്ല. സൂയിസൈഡ് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ സൂയിസൈഡ് ചെയ്തതല്ല. എപ്പിലെപ്സി വരുന്നതിന്റെ കൂടെ ഇവള് തലവേദനയാണെന്ന് കരുതിയിട്ട് ഓവർഡോസിൽ ഡോളോ കഴിക്കുകയുണ്ടായത്. ഓർമ്മയില്ലാതെ 2-3 പ്രാവശ്യമായിട്ട് ഡോളോ കഴിച്ചു. പെട്ടെന്ന് ഉണ്ടായ സീഷർ വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ ആ ടാബ്ലറ്റ്സ് കഴിച്ചത് ഇവളെ മരിച്ചു. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞങ്ങളൊക്കെ റിക്കവർ ആവാൻ ഭയങ്കര സമയം എടുത്തു. വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസർട്ടേഷൻ എഴുതാൻ പറ്റുന്നില്ല, നമുക്ക് ക്ലാസ്സിൽ വന്ന് ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ക്ലാസ്സിൽ എല്ലാവരും ബ്ലാങ്ക് ആയ ഒരു ഫീല്. ഡെസർട്ടേഷൻ ഒരാഴ്ച ഉള്ളപ്പോഴാണ് ടീച്ചേഴ്സ് ഞങ്ങളെടുത്ത് വന്ന് പറയുന്നത്, നിങ്ങളുടെ തിയറി എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഡെസർട്ടേഷന്റെ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. തിയറി എക്സാമിന്റെ ടൈം ടേബിൾ നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് ഇടുന്നത്. ഡെസർട്ടേഷന്റെ ടൈം ടേബിൾ കോളേജിൽ നിന്നാണ് ഇടണേ. അവർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി തരാം. പക്ഷെ അവര് മാറ്റി തന്നില്ല. ഒരു 2-3 മാസം ഞങ്ങളുടെ ക്ലാസ്സിൽ ആരും ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ 26 പേരുള്ളതിൽ 14 ആളുകളും ഇന്ന് PCOD ഉള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ PCOD സ്റ്റാർട്ട് ചെയ്തത് കോളേജിലത്തെ ആ സമയത്തിൽ നിന്നാണ്. ഉറക്കമില്ല, സ്ട്രെസ്, ഭക്ഷണം മര്യാദക്കില്ല. അധികവും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളതോ അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് വീട്ടിൽ പോയി കഴിക്കാനുള്ളതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എപ്പോഴാണോ നമ്മുടെ ഡാറ്റ കളക്ഷൻ തീരുന്നത്, എപ്പോഴാണോ നമുക്ക് ആ ഒരു ദിവസത്തെ ക്ഷീണം വല്ലാണ്ട് അനുഭവപ്പെടുന്നത്, ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും. വേറെ വഴിയില്ല. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു ബഡ്ജറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ട് കിട്ടുന്ന സാധനം ബിരിയാണിയാ. ബിരിയാണി മേടിച്ച് കഴിക്കാൻ തുടങ്ങി. 14 ആൾക്കും PCOD. 14 ആളുടെയും പീരിയഡ്സ് ഇറഗുലർ ആയി. 14 ആള് സ്കാൻ ചെയ്തു, PCOD. അവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ഡെസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ തിയറി പേപ്പർ എഴുതിയെടുത്തു. ഡെസർട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞു, ഒരിക്കലും ഒരു വിദ്യാലയം കുട്ടികളോട് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചാൽ ആ കോളേജിന്റെ പേര് പറയാൻ ഞങ്ങൾക്ക് മടിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ പുഴുക്കുത്തേൽക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്ന ഒരു ഫ്രിഡ്ജ് പോലെയാണ് ഞങ്ങൾക്ക് ആ കലാലയത്തിന് തോന്നിയിട്ടുള്ളത്. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുതിയൊരു കോളേജിൽ പഠിക്കണം, PGക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. അതിനിടയ്ക്ക് എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു. വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ, PG ചെയ്തേ പറ്റൂ. കാരണം MSc സൈക്കോളജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് MSc ആണ്. പക്ഷെ BSc കഴിഞ്ഞതുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയോ ചില കോൺഫ്ലിക്റ്റുകൾ കാരണം കല്യാണം മുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിലാകെ പ്രശ്നങ്ങള്. ഞങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അച്ഛൻ നാട്ടിലില്ല. അപ്പൊ വീണ്ടും ആ ഒരു ട്രോമയിൽ വരുന്ന സമയത്ത് അച്ഛൻ തിരിച്ചു വന്നു. എപ്പോഴും ഞാൻ വളരെ വളരെ അടി പോകുന്ന സമയത്താണ് ഈ സപ്പോർട്ടിങ് ആയിട്ട് അച്ഛൻ തിരിച്ചു വരുന്നത്. അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചോ, PG കഴിഞ്ഞിട്ട് അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഇത്ര പഠിപ്പിച്ചില്ലേ, PG കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചിന്തിക്കാം. PG കഴിയണവരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താ പറയാ, ഈ ഒരു ചേഞ്ച് നമ്മുടെ ഒരു നാട്ടിൻപുറം ആയത് കാരണം തന്നെ കല്യാണം മുടങ്ങി എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ ഭയങ്കര ഒരു സ്റ്റിഗ്മയോട് കൂടിയിട്ടാ നോക്കുക. 1.5 വർഷമായി ഇപ്പൊ കല്യാണം മുടങ്ങി, എന്തായി? ആ ഒരു ചിന്ത. എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാ മതി എന്ന് തോന്നുന്ന അവസ്ഥ. പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ശവത്തി കുത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിഷമായിരിക്കില്ലേ. ഇത് അറിഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുവോ, എന്താ ഉണ്ടായത്, എന്താ പറ്റിയോ? അങ്ങനെയാണല്ലേ, ശരി. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇല്ല. കഥകൾ മെനയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്ത. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, കേരള യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് പോയാൽ മതി. എനിക്ക് വീട്ടിൽ നിൽക്കണ്ട, നാട്ടിൽ നിൽക്കണ്ട. എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് എന്തായാലും പുറത്ത് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ള ചിന്ത. ഫസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ റിസൾട്ട് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ റിസൾട്ടിൽ EWS കാറ്റഗറിയിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്നു. ഒന്നും ചിന്തിച്ചില്ല, പെട്ടി പാക്ക് ചെയ്തു, രക്ഷപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം 1.25 മണിക്കൂറേ ഉള്ളൂ, പോയി വരാം. ഞാൻ വരില്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്നേ പഠിക്കൂന്നാണ്. നമ്മുടെ ലൈഫ്
പറ്റ ഡൗൺ ആയി പോകുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു പുതു വെളിച്ചം കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോ. അതുവരെയുള്ള എല്ലാ കോണ്ടാക്ട്സും ബ്രേക്ക് ആയി. പക്ഷെ പുതിയ നല്ല ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ അന്തരീക്ഷം, നമുക്ക് നമ്മുടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ്, 900 ഏക്കറിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ക്യാമ്പസ്. പാർട്ടി പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്സിനായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, നമ്മുടെ കലാഭിരുചികളായിക്കോട്ടെ, എല്ലാത്തിനെയും നന്നായിട്ട് പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ്. ആ ഒരു ക്യാമ്പസ് ജീവിതത്തിന്റെ ഇടയിലാണ് 2018 ഫ്ലഡ് വന്നത്. ആ ഫ്ലഡിന് നമുക്ക് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ബഡ്ഡിങ് സൈക്കോളജിസ്റ്റിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്രൂപ്പ് വർക്ക് ഒരുപാട് 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 എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഫ്ലഡിന്റെ സമയത്ത് ചെയ്യാൻ പറ്റി. 2019 ലാസ്റ്റായി കോവിഡ് വന്നു. ആ കോവിഡ് സമയത്ത് പ്രീ ടെസ്റ്റുകള്, പോസ്റ്റ് ടെസ്റ്റുകള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ടെസ്റ്റ് കൗൺസിലിങ്ങുകള്, പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിങ്ങുകള്, നമുക്ക് തിയറി മാത്രമല്ല ഡയറക്റ്റ് പ്രാക്ടിക്കലി നമ്മുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റുന്ന 2 സാഹചര്യങ്ങളായിരുന്നു ആ PG കാലഘട്ടത്തിൽ വന്നത്. ആ ഒരു ടീച്ചേഴ്സ് തന്ന സപ്പോർട്ട്, നമ്മൾ ബഡ്ഡിങ് ആണ്, നമുക്ക് ഇന്റേൺഷിപ്പുകൾ കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞത് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം, നിങ്ങളുടെ ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടിക്കോളൂ. നമുക്ക് എന്തായാലും ഇപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പിന് വേറെ ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കുകളിലോ പോകാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുക. ആ ഒരു വർക്കിംഗ് ആണ് എന്റെ നാട്ടുകാരുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഇമേജ് തിരിച്ചു വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളുടെ നാട്ടില് വേറെ ഒരാള് പോലും സൈക്കോളജി കോഴ്സ് MSc കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും കംപ്ലീറ്റഡ് അല്ല, ലാസ്റ്റ് സ്റ്റേജിലാണ്. പക്ഷെ ഓരോ വീടുകളിലും PPE കിറ്റ് ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പോസിറ്റീവായ ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട്, അവരുടെ മെന്റൽ ട്രോമയിൽ വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് എടുത്തൊരു തീരുമാനം, അത്രയും ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കണം, എനിക്ക് ഇവിടെ നിന്ന് മാറി എവിടെയെങ്കിലും നിന്ന് പഠിക്കണം എന്നെടുത്ത ആ ഒരു തീരുമാനം കൊണ്ടാണ് ഒരിത്തിരിയെങ്കിലും ബഹുമാനം കിട്ടുന്ന രീതിയിൽ ഡോക്ടർ എന്നുള്ള വിളി കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാഡം എന്നുള്ള വിളി കേൾക്കാം. ഈ ആഫ്റ്റർ കോവിഡ് എഫക്റ്റ് പോലെ മെന്റലി ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയ ആളുകള് നമ്മുടെ അടുത്ത് വന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് ഒരു 3-4 സെറ്റിംഗ് കഴിയുമ്പോൾ നമ്മളെ വിളിച്ച് പറയും അവരുടെ വീട്ടുകാര്, ഉമ്മാക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്, ഉമ്മക്ക് പഴയ ചിന്ത വരുത്താൻ, പഴയ ആ കൊറോണയെ കുറിച്ചുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല മാറ്റം വന്നു തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോ വരുന്ന ഒരു പോസിറ്റീവ് എനർജി വീണ്ടും വീണ്ടും പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും എന്നെ പ്രാപ്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കുറെ പറയണം എന്നുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ മോള് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സൈക്കോളജിസ്റ്റ് ആയത് വരെയുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ സെക്കൻഡ് പാർട്ട് പറയാം. ആൻഡ് ഇത്രയും ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയാം ഞാൻ എന്റെ ലൈഫ് സ്റ്റേജസുകളിൽ ഏതൊക്കെ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്, എത്ര ഡീപ്പ് ലെവൽ ഓഫ് ഡിപ്രഷനിലോട്ട് ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. എത്ര നമ്മൾ തകർന്നടിയുന്ന ഒരു സമയം ഉണ്ടെങ്കിലും എല്ലാ വെള്ളത്തിനും ഒരു മറുകര ഉണ്ട് എന്നുള്ള പോലെ എവിടെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിച്ച് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനോട് മുന്നോട്ട് പോകുക. നമുക്ക് ആരും ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിലനിൽക്കുന്നത്. അവര് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളെ അങ്ങനെ കൈവിട്ട് കളയൊന്നുമില്ല. അതും ഇനി അവര് നമ്മുടെ പാർട്ട്ണറോ മറ്റോ ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൈവിട്ട് കളയുക, പോസിറ്റീവ് ആയിട്ടുള്ള കരങ്ങളെ കൂട്ടിപ്പിടിക്കുക. നമ്മൾ വീണു പോകുന്നില്ല. എത്ര വീണു പോയി കഴിഞ്ഞാലും താഴെ കൂപ്പ് കുത്തുന്നതിന് മുമ്പ് നമ്മളെ കൈ പിടിച്ചുയർത്താൻ നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, നമുക്ക് വിശ്വാസമുള്ള ഒരാളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് വിൽ പവർ കൊണ്ട് ഏത് കയത്തിൽ നിന്നും നമുക്ക് കര കയറാൻ പറ്റുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അപ്പോ എത്രത്തോളം എന്താ പറയണത് എനിക്കറിയില്ല. ഒരുപാട് സ്ട്രഗിളിങ്ങും കൂടെയാണ് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ മാം പറഞ്ഞില്ല ഏതൊരു വെള്ളത്തിന് മറുകര ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മാം മറുകരയിൽ എത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈഫ് ലോങ് ഇനി ഒരുപാട് സക്സസും കാര്യങ്ങളും നേടാൻ മാമിന് പറ്റട്ടെ. ഓക്കെ, ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി 2-3 പേരിനെ ഹാൻഡ് റൈസ് ചെയ്യാവോ? ഹലോ മണി സർ.
മനസ്സിൽ കേൾക്കാവോ? ഓക്കെ മാജിക് മോർണിംഗ് ദീപിക മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഒഴുക്കോട് കൂടിയിട്ട് സ്വന്തം ജീവിതകഥ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുമ്പം ആദ്യഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അത് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ തന്നെ അതിനെ നേരിടാനുള്ള കരുത്തുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം ഈ MSc സൈക്കോളജി അത് എടുത്തു കഴിഞ്ഞ് മറ്റുള്ള ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടുന്ന രീതിയിലേക്ക് അവരെ പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കാനും പരിചരിക്കാനും ഒക്കെ പറ്റി എന്നുള്ള ഒരു മഹത്തായ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നു കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? മാജിക് മോർണിംഗ്. മാം പറഞ്ഞോളൂ. മോളെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ കേട്ടിരുന്നു പോയി. ആദ്യം കേട്ടപ്പോ കണ്ണു നിറഞ്ഞു. ഏതാ വീഡിയോ ഓഫ് ചെയ്തത്. ശരിക്കും എന്താ പറയണ്ടേ, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ കടന്നു പോയ മോള് ഇനി ഒരുപാട് ഉയരത്തിലെത്തിച്ചേർത്ത് കേട്ടോ. താങ്ക് യു. ദേവിക കുഞ്ഞ് കരഞ്ഞിട്ടേ അങ്ങോട്ട് പോയിരിക്കാണ് പാല് കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, കുഴപ്പമില്ല. സിന്ധുമ പറഞ്ഞാ മതി മോളോട്. പറയാ ഇന്ന് ഭയങ്കര വാശി കുട്ടിക്ക്. ഓക്കെ, ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയണ്ടേന്ന് അറിയില്ല. വല്ലാത്തൊരു ഇൻസ്പയറിംഗ് ആയിപ്പോയി. ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു എന്താ പറയാ ലൈഫായിരുന്നു ആദ്യത്തേത്. പക്ഷെ എല്ലാ വിഷമങ്ങളെയും മാറ്റി നിർത്തി ജീവിതത്തിന് ഒരു എന്താ പറയാ നിറം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനൊരു ജീവിതം കിട്ടിയതെന്ന് വേണം പറയാനായിട്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. ഹലോ. പറഞ്ഞോളൂ മാം. ഓരോ ലൈഫ് സ്റ്റോറി ഒന്നൊന്നിനെ മെച്ചപ്പെടുത്തുന്ന ലൈഫ് സ്റ്റോറിയാണല്ലേ. ഓക്കെ, ശരിക്കും അത്രയും ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും കൂടെ നമ്മൾക്ക് ആർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഓരോ ലൈഫ് സ്റ്റോറി ഓരോരുത്തർക്കും ഉണ്ട്. അതിൽ നിന്നും നാം ഓരോ ജീവിതത്തിൽ കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും ദേവികയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിൽ എന്നെക്കാൾ കൂടുതൽ സ്ട്രഗിളിൽ കൂടെ ദേവിക കടന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സാഹചര്യം ഒക്കെ കൊണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ കയറും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കയറാതെ രക്ഷയില്ല. അല്ലെങ്കിൽ എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതായാലും നടക്കുന്ന കാര്യമല്ല. നല്ലൊരു ബോധം അല്ലെങ്കിൽ ഒരു ഓർമ്മയൊക്കെ ശരിക്കും എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ആൾക്കാർ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഗോപിക ഒരു സൈക്കോളജിസ്റ്റായി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഫ്ലഡിലാണെങ്കിലും കൊറോണ ടൈമിലാണെങ്കിലും അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇനിയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലെ സാഹചര്യങ്ങളും നമുക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ PhD ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറൊക്കെ ആവാം തീർച്ചയായിട്ടും. വളരെ യങ്ങല്ലേ. അപ്പം കാര്യങ്ങൾ ചെയ്ത് ഒരു ഡോക്ടറാകാൻ തന്നെ ഗോപികയ്ക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും MBBS ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഗോപികയ്ക്ക് അത് പറ്റും. തീർച്ചയായിട്ടും സിന്ധു മാം അത് ചെയ്യിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും എനിക്ക് അവളൊരു ഡോക്ടറെ കാണുന്നതിന് എനിക്കും ആഗ്രഹം. ഞാൻ പറയുന്നുണ്ട് അവളോട് തുടർന്ന് പഠിക്കാം. അതിന് വേണ്ട എല്ലാ സഹായം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലിനിക്കലിന്റെ MPhilനോ മറ്റോ വിളിച്ചിട്ടുണ്ട് ഈ ടൈമില്. ഞാൻ മാമിനെ വിളിക്കാട്ടാ. ഓക്കെ, താങ്ക് യു ഷൈല മാം. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ?
സിന്ധു മാം, സിന്ധു മാമിന് എന്താണ് പറയാനുള്ളത്? എനിക്കോ? എനിക്കൊരു ഇൻസ്പയർ തരുന്ന ഒരു മോൾ തന്നെയാണ് അവള്. കാരണം എന്ത് കാര്യങ്ങളും ഞാൻ എന്ത് പറയുമ്പോഴും അതിന് നെഗറ്റീവ് കാണാതെ അതിനൊരു പോസിറ്റീവ് വശം മാത്രം കണ്ട് വീട്ടിൽ ഇന്നെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇവിടെ എഴുത്തമ്മേനെ ആയാലും അവള് കുറച്ച് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു സ്വഭാവമാണ് മൂത്ത മരുമകളുടെ സ്വഭാവം. അപ്പൊ വേഗം പ്രഷർ അടിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഇവളാണ് പറഞ്ഞു കൊടുക്കുക. അതങ്ങനെ ചെയ്യല്ലേ എഴുത്തമ്മ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അത് ഞങ്ങക്ക് ഈ കുടുംബത്തെ എല്ലാവർക്കും ഒരു ഇതായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് അവള്. പിന്നെ അത്ര പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. എന്നാ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാണ് മുഖത്തേക്ക് കാര്യം പറയും. അപ്പൊ നമുക്ക് ചിലപ്പോ ദേഷ്യം തോന്നും, ഇവളിങ്ങനെ പറഞ്ഞില്ലേന്ന്. പക്ഷെ ആ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു പ്രകൃതാണ്. പിന്നെ വീട്ടിലെല്ലാരോടും പറന്നു പോണ കാക്കോട് വരെയും മോൾക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും. അപ്പൊ അമ്മ ഇല്ലാതെ വളർന്ന ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം എന്തോ എനിക്കറിയില്ല, പ്രായമായവരോടും ഒക്കെ ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. പിന്നെ അവളെ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കാം ഒരു 10 രൂപ പോലും നാശാക്കാതെ ഒക്കെ സ്വരൂപിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ ഒക്കെ സേവ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അനാവശ്യമായിട്ടൊന്നും ചെലവാക്കാതെ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ തന്നത് ഭാഗ്യം തന്നെയാണ്. അമ്മ ഇല്ല എന്നുള്ള ഒരു വിഷമമൊന്നും അവളെ ഞാൻ അറിയിക്കാറില്ല. ഞാനവളെ അമ്മ തന്നെയാ, അമ്മായിയമ്മയൊന്നല്ല. ആ അമ്മയുടെ സ്നേഹം തന്നെ കൊടുക്കണ്. ഞാൻ എന്തേലും ചീത്ത പറഞ്ഞവൾക്ക് ഭയങ്കര സങ്കട, ദേഷ്യമൊന്നല്ല, സങ്കടാണ്. അമ്മ അത് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് കരയെ ചെയ്യ എന്നോട് പറഞ്ഞിട്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ കാണുന്നത് ഒരു അമ്മയും മോളെ തന്നെയാണ്. എന്റെ മക്കളോട് ഞാൻ പറയുമ്പോ അവരെങ്ങനെയാ പറയാം, അതേപോലെയാണ് അവള്. ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വന്നിട്ട് എന്നോട് സോറി പറയും, അല്ലെങ്കിൽ അവള് കരയും. ഇതാണ് സ്വഭാവം. അപ്പൊ ഇനിയുള്ള ജീവിതമെങ്കിലും എന്റെ കുട്ടിക്ക് അവിടെ ഐക്യമുണ്ട്. ഇനിയെങ്കിലുള്ള ജീവിതം അവൾക്ക് നല്ല ഇതായിട്ട് വരട്ടെ. ഞാൻ പറയുന്നുണ്ട് ഡോക്ടറേറ്റ് എടുക്കണം എന്ന് തന്നെ എനിക്കും ആഗ്രഹം, അവളെ അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടിങ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എടുപ്പിക്കണം എന്ന് തന്നെ ആഗ്രഹം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും എന്ന് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാം ശരിയാവട്ടെ മാം, എല്ലാം ശരിയാവണല്ലോ. അതെ. അപ്പോ ദേവിക മാമിന്റെ അടുത്ത് പറയാ, നമുക്ക് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ മാമിന് എന്തായാലും ലൈഫിൽ എന്തായാലും ഒരുപാട് സക്സസ് ഉണ്ടായിരിക്കും. കാരണം സക്സസ് വേണമെന്ന് ഉള്ള ഒരു വാശി, ഒരു മൈൻഡ് മാമിന് ഉള്ളതുകൊണ്ട് തന്നെ നേടിയെടുക്കാൻ എന്തായാലും മാമിനെ കൊണ്ട് പറ്റും. ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് തന്നെ വലിയ കാര്യമാണ്. സോ മാമിന്റെ അടുത്ത് പറയാ. ഇപ്പോ സിന്ധു മാമിനെ പോലെ ഒരു അമ്മേനെ കിട്ടിയതും മാമിന്റെ ഭാഗ എന്താ പറയാ വളരെ നല്ലൊരു കാര്യമാണ്. സോ മാമിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് സെഷൻ ഉറപ്പായിട്ടും. ഇപ്പൊ ഒരു ഷോപ്പ് ഇട്ടതും കുഞ്ഞിനെ പ്രസവിച്ചൊരു 90 കഴിഞ്ഞ വഴിക്ക് തുടങ്ങിയത് അവര് രണ്ടാളും കൂടിയിട്ട്, മോനും അവളും കൂടിയിട്ട് എന്തായാലും ഒരു ഷോപ്പ് ഇടണം. അത് എന്ത് ഷോപ്പ് എന്നുള്ളതൊക്കെ തീരുമാനിച്ചത് പിന്നീടാണ്. അപ്പൊ നമ്മളവിടെ കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കൈക്കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ടാണ്. റെസ്റ്റ് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ പ്രസവം കഴിഞ്ഞ്, എങ്ങനെയായാലും 1 കൊല്ലം കഴിഞ്ഞിട്ടേ നമ്മളൊന്ന് റെഡിയായി വരുള്ളൂ. പക്ഷെ അതൊക്കെ മറന്ന് അവള് ലൈഫ് നന്നായി എന്താ പറയാ നല്ലൊരു ജീവിതം ഉണ്ടാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവള് ആ ഒരു 90 കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അവര് ഓരോ സ്ഥലങ്ങളിലേക്ക് 5-8 ദിവസം 10 ദിവസം 5 ദിവസം ഒക്കെ യാത്ര ചെയ്തിട്ടാണ്, സൂററ്റിലൊക്കെ പോയിട്ടാണ് ഇവര് സാധനങ്ങൾ എടുത്തുകൊടുക്കുന്നത്. ഇപ്പൊ ദൈവം സഹായിച്ച് ആ ഷോപ്പ് ഒന്നും കൂടി നല്ല രീതിയിൽ ഡെവലപ്പായി ഒരുപാട് ആളുകളിലേക്ക് ആ മെസ്സേജ് എത്താനും ഷോപ്പിൽ നല്ല കച്ചവടം നടക്കാനുള്ള ഒരു ഇതൊക്കെ അവളുടെ ഭാഗത്ത് തന്നെയാണ്. മോനെ അതിന് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. അവ ഇവിടെ നാട്ടിലില്ല, അവൻ ഗൾഫിലാണല്ലോ. ഇന്നലെ രാവിലെയാണ് അവ എത്തിയുള്ളത്. അപ്പോ അവന്റെ ഒരു സപ്പോർട്ടിങ് കൂടി ഉണ്ട്. അപ്പൊ അവളെ ഇഷ്ടപ്പെട്ട കാലം മുതൽക്ക് അവൾക്ക് അറിയാം നമ്മളെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഇപ്പൊ എന്റെ ഫാമിലി. അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. അതൊക്കെ അറിഞ്ഞും കൊണ്ട് വന്ന കുട്ടിയാ. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, നമുക്ക് നല്ലൊരു എന്താ പറയാ കാഷ്വൽ ടീമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്ക് ഉണ്ട്. അതിനു വേണ്ടിയുള്ള പരിശ്രമം. അപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു കൗൺസിലിങ്ങിൻ്റെതായിട്ട്. ഞങ്ങൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ ഉണ്ടാകും. എന്താന്ന് അറിയില്ല, അതിന്റെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പോണ്ട്. അപ്പൊ ഇനി
ദൈവം സഹായിച്ച് അവൾക്ക് നല്ലൊരു ജോബും കൂടി കിട്ടിക്കഴിഞ്ഞാലൊക്കെ നമ്മളെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദേവികയുടെ ജീവിതം. ഓക്കെ, താങ്ക് യു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഈ സെഷൻ തന്നതിന്. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Okay. എല്ലാവരും കേൾക്കോളൂ. ഓക്കെ, താങ്ക് യു ഗോപിക, താങ്ക് യു ഓൾ, താങ്ക് യു. Thank you so much. you.